ഹലോ നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഓസ്ട്രേലിയക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നഴ്സസ് ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവർ ഒരുപാട് പേര് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അവർ റെസ്യൂമെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിജക്ട് ആകുന്നു ഞാൻ പല ഫേസ്ബുക്ക് പേജുകളിൽ ഞാൻ ഇങ്ങനെ വായിക്കാറുണ്ട്. അവർക്കൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ റെസ്യൂമെ ഞാൻ പ്രിപ്പയർ ചെയ്ത് തരാം. ATS ഫ്രണ്ട്ലി റെസ്യൂമെ ഞാൻ പ്രിപ്പയർ ചെയ്ത് തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് റെസ്യൂമെ എനിക്ക് അയച്ചു തരിക. അപ്പോൾ നിങ്ങൾ അയച്ചു തരാൻ നേരത്തെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അതിനകത്ത് എടുത്ത് മാറ്റുക. പിന്നീട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളുടെ ഓഫർ നമ്പർ ഉണ്ടല്ലോ, ഓഫർ നമ്പർ, ബാക്കിയുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം, നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നിങ്ങൾ അയച്ചു തരാം. അപ്പോൾ അയക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ കറന്റ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഏത് ഡേറ്റ് തൊട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പ്രീവിയസ് നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, ഏത് ഡേറ്റ് തൊട്ട് ഏത് ഡേറ്റ് വരെ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പ്രീവിയസ് എത്ര തവണ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾ കൊടുക്കണം. പക്ഷേ പ്രീവിയസ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന നേരത്ത് ആ വർക്ക് ചെയ്ത സ്ഥലങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് ജോലി ചെയ്തിട്ടുള്ളത്, ആ ജോലിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. അതിനുശേഷം പിന്നെ നിങ്ങളുടെ സ്കിൽസ്, കമ്പ്യൂട്ടർ സ്കിൽസോ അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ബാക്കി സ്കിൽസ്, പിന്നെ ലാംഗ്വേജ് ഏതൊക്കെയാണുള്ളത് ആ ലാംഗ്വേജിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുക. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേർഡ് ഫോർമാറ്റ് തന്നെ ഞാൻ തിരിച്ചയച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എവിടത്തേക്കാണോ, ഏത് ഹോസ്പിറ്റലിലേക്കാണോ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ആ ഹോസ്പിറ്റലിന്റെ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അയക്കുന്നത്, ആ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് അവിടെ കുറെ കീവേഡ്സ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ നിങ്ങൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ചുള്ള കുറെ കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് മുഴുവൻ നിങ്ങൾ കോപ്പി ചെയ്ത് നിങ്ങൾ ഇതിൽ പേസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് കൊടുത്തിട്ടില്ലേ, ആ എക്സ്പീരിയൻസിനകത്ത് നിങ്ങൾ അതേപോലെ കോപ്പി ചെയ്യണം. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അവിടെ നടക്കുന്ന സെലക്ഷൻ ക്രൈറ്റീരിയ ഏത് രീതിയിലാണ്, ATS ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ, ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സെലക്ഷൻ ക്രൈറ്റീരിയയിലൂടെയാണ്, ആ ഒരു പാത്തിലൂടെയാണ് നിങ്ങളുടെ റെസ്യൂം സ്ക്രൂട്ടിനി ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് പ്രോസസിംഗ് ലെവലിലേക്ക് പോകുന്നത്. ആ സിസ്റ്റത്തിനകത്ത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന കുറെ കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് ഈ നിങ്ങളുടെ റെസ്യൂമിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ റെസ്യൂം നെക്സ്റ്റ് ലെവലിലെ പ്രോസസിംഗിലേക്ക് പോകത്തുള്ളൂ. അപ്പം ആ ഹോസ്പിറ്റലിൽ ഏത് ഡിസ്ക്രിപ്ഷനാണ്, ജോബ് ഡിസ്ക്രിപ്ഷനിൽ കുറേ കീവേഡ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. നിങ്ങളുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് എല്ലാം നിങ്ങൾ അതേപോലെ കോപ്പി ചെയ്ത് ഈ ഞാൻ അയക്കുന്ന റെസ്യൂമിനകത്ത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് കയറ്റിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാനൊരു കവർ ലെറ്ററും കൂടെ ഞാൻ അയച്ചുതരാം. ആ കവർ ലെറ്റർ, ആ ഹോസ്പിറ്റലിന്റെ പേര് എന്താണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, അതെല്ലാം കൂടെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതൊരു PDF ഫോർമാറ്റ് ആക്കിയിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും ഞാൻ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞൊരു 10 റെസ്യൂമെങ്കിലും ഞാൻ അയച്ചുതരാം. ഡെഫിനറ്റ്ലി ഒരു 5-ൽ കൂടുതൽ ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അവർക്ക് ഇന്റർവ്യൂ കോൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഓക്കെ, അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യുന്ന ഒരു സഹായമാണ് ഇത്. തികച്ചും ഫ്രീ ആണ്. ആരുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിക്കില്ല. തികച്ചും ഫ്രീ ആണ്. എത്ര പേർക്ക് വേണം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം, ഷെയർ ചെയ്ത് കൊടുക്കാം, എന്തുവേണം ചെയ്യാം. പക്ഷേ ഇത് ഫ്രീ ആണ്. എനിക്ക് ദിവസം ഒരു 10 മാക്സിമം ഞാൻ 10 അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്തെങ്കിലും ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID യിലേക്ക് നിങ്ങളുടെ റെസ്യൂമെ എനിക്ക് അയച്ചു തരിക. ഞാനത് തിരിച്ച് അയച്ചു തരാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.